മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അധിവസിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. 1986 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഇസഡ് എസ് ലോഹത്ത് പുറപ്പെടുവിച്ച വിദ്വേഷം, ദുഷ്ടത, വഞ്ചന, ശത്രുത, കലഹം, ചതി, കവർച്ച, കൊലപാതകം, വെറുപ്പ് എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയ ഖുറാനിലെ 24 ആയത്തുകളിൽ 5 ആയത്തുകളാണ് കഴിഞ്ഞ 2 വീഡിയോകളിലായി നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നാം വിശകലനം ചെയ്തത്. ഈ വീഡിയോയിൽ 3 ആയത്തുകൾ കൂടി, അതായത് ആ ലിസ്റ്റിലുള്ള 6 മുതൽ 8 വരെയുള്ള 3 ആയത്തുകളാണ് അതേ രീതിയിൽ നാം വിശകലനം ചെയ്യുന്നത്. മനുഷ്യരുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയായി ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഇസഡ് എസ് ലോഹത്ത് കണ്ടെത്തിയ ആ 6ാമത്തെ ആയത്ത്, അത് സൂറ 9:23 ഞാൻ വായിക്കാം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. സൂറ 9:23. മുഹമ്മദും അനുയായികളും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത, അതായത് ഹിജ്റ ചെയ്ത കാലഘട്ടമായിരുന്നു അത്. എന്നാൽ പല മുസ്ലിങ്ങളുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും ഉറ്റ ബന്ധുക്കളും അപ്പോഴും ഇസ്ലാം സ്വീകരിക്കാതെ മക്കയിൽ തന്നെ തുടരുകയായിരുന്നു, അമുസ്ലിങ്ങളായിട്ട് തന്നെ തുടരുകയാണ്. അപ്പം മദീനയിലെത്തിയ മുസ്ലിങ്ങളിൽ ചിലർക്ക് മക്കയിലുള്ള തങ്ങളുടെ അവിശ്വാസികളായ കുടുംബാംഗങ്ങളോട് സ്വാഭാവികമായ സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഞാൻ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, കർത്താവായിട്ട് സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, ദൈവമകനായി തീർന്നു. എന്ന് വെച്ച് എൻ്റെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോടോ എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകേണ്ട കാര്യമില്ല. എനിക്ക് അവരോട് ഉള്ള ആ സ്നേഹം, പഴയ സ്നേഹം അതിനേക്കാൾ കൂടുതലായിട്ടേ ഉള്ളൂ. സത്യദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവം സ്നേഹമാകുന്നത് കൊണ്ട് അവരോടുള്ള എൻ്റെ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മദീനയിലേക്ക് എത്തിയ മക്കയിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങളോട് സ്വാഭാവികമായിട്ട് ആ സ്നേഹമൊക്കെ അപ്പോഴും ഉണ്ട്. മാത്രമല്ല, അവരുമായിട്ട് രഹസ്യമായ ബന്ധം പുലർത്താൻ, അതായത് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലൂടെ വിവരങ്ങൾ അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞയക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ബന്ധങ്ങൾ പുലർത്താൻ ചില മുസ്ലിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരങ്ങനെ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഈ ആയത്തിറങ്ങാനിടയായ പശ്ചാത്തലം. ഈ സാഹചര്യത്തിലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സ്വന്തം കുടുംബത്തോടുള്ള ബന്ധത്തേക്കാൾ വലുത് ഇസ്ലാമിനോടുള്ള കടപ്പാടാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ ആയത്ത് അവതരിക്കുന്നത്. സ്വന്തം പിതാവോ മാതാവോ സഹോദരങ്ങളോ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ തങ്ങളുടെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു കൽപ്പിക്കുകയാണ്. അതായത് ഇസ്ലാം സ്വീകരിക്കാത്ത സ്വന്തം കുടുംബാംഗങ്ങളുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കാൻ മുസ്ലിങ്ങളോട് ഖുർആനിൽ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. കോടതി വിധി വന്നല്ല, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യാം. ഒരു സമൂഹത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ ഖുർആൻ എങ്ങനെ കാരണമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്ത്. സ്വന്തം പിതാവായാലും സഹോദരനായാലും അവർ അമുസ്ലിങ്ങളാണെങ്കിൽ അവരുമായി യാതൊരു സ്നേഹബന്ധവും പാടില്ല എന്ന് ഒരു മതം പഠിപ്പിക്കുമ്പോൾ അവിടെ തകരുന്നത് മനുഷ്യർ തമ്മിലുള്ള അടിസ്ഥാനപരമായ രക്തബന്ധവും കുടുംബബന്ധവുമാണ്. തങ്ങളുടെ മതത്തിൽപ്പെടാത്ത സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരനെയും വരെ ശത്രുപക്ഷത്ത് നിർത്താൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന വരികളാണിത്. ഇത് സമൂഹത്തിൽ അന്യമത വിദ്വേഷവും കടുത്ത ശത്രുതയും സൃഷ്ടിക്കുമെന്ന ജഡ്ജിയുടെ കണ്ടെത്തൽ 100% ശരിവയ്ക്കുന്നതാണ് ഈ ആയത്ത്. ഖുറാനിലെ ആയത്തുകൾ അന്യമത വിദ്വേഷവും കടുത്ത ശത്രുതയും ഒക്കെ സമൂഹത്തിലുണ്ടാക്കുമെന്ന് ജഡ്ജി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ, ആ പറയുന്ന കാര്യം 100% സത്യമാണെന്ന് തെളിയിക്കുന്ന ആയത്താണിത്. ഒരു സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളുടെയും രക്തബന്ധങ്ങളുടെയും തകർച്ചയ്ക്കും മതം മാറാത്തതിൻ്റെ പേരിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നതിന് ഒരു സോഷ്യൽ ബോയ്ക്കോട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇത്തരം ആശയങ്ങൾ, ഇത്തരം ആയത്തുകൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ഇനി ഞാൻ പറയാൻ പോകുന്ന വകുപ്പുകൾ അവിടെ പ്രസക്തമാകും. IPC സെക്ഷൻ 153A, ഇപ്പോഴത്തെ BNS 196. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഭിന്നതയും വിദ്വേഷവും വളർത്തലാണ്. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്തോ മതത്തിൻ്റെ പേരിൽ ശത്രുതയോ വിദ്വേഷമോ അകൽച്ചയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഇവിടെയാണെങ്കിൽ സ്വന്തം രക്തബന്ധത്തിലുള്ളവരായാലും ശരി, അമുസ്ലിങ്ങളാണെങ്കിൽ അവരുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നുള്ള ആഹ്വാനം, ഖുറാൻ്റെ ആഹ്വാനം
സമൂഹത്തിൽ മൗലികവാദവും ഇതര മതസ്ഥരോട് കടുത്ത അസഹിഷ്ണുതയും വളർത്താൻ കാരണമാകും. അപ്പോൾ ഇത് ഈ ആയത്ത് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുന്നത് IPC 153A അല്ലെങ്കിൽ BNS 196 ലംഘനമാണ്. രണ്ടാമത്തത് കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയും ഒറ്റപ്പെടുത്തലുമൊക്കെയാണ്. ഇത് IPC സെക്ഷൻ 505 അതിൻ്റെ 2ാം ഉപവകുപ്പാണ്. ഈ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും ഭീതിയും ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതും, അത് മതത്തിൻ്റെ തന്നെ ആകണമെന്നില്ല, വേറെ ഏത് തരത്തിലുള്ള വിശ്വാസമായാലും രാഷ്ട്രീയ വിശ്വാസമോ എന്തോ ആകട്ടെ, അത് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം വീടുകളിലോ സമൂഹത്തിലോ ആളുകളെ ഒറ്റപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഇവിടെ നമ്മൾ ഈ ആയത്തിൽ കണ്ടത് എന്താണ്? അമുസ്ലിങ്ങളായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്താനും അവരെ മാറ്റി നിർത്താനും പഠിപ്പിക്കുന്നത് വഴി കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയും മാനസിക പീഡനവും ഈ വകുപ്പിൻ്റെയും പൗരാവകാശ ലംഘനങ്ങളുടെയും പരിധിയിൽ വരുന്നതാണ്. മൂന്നാമത്തത് IPC 295 മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അധിക്ഷേപിക്കുകയോ അവരെ കൂടെ കൂട്ടാൻ കൊള്ളാത്തവരായി ചിത്രീകരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ നമ്മൾ ഈ ആയത്തിൽ കാണുന്നത് എന്താണ്? ഇസ്ലാം മതം സ്വീകരിക്കാതെ തങ്ങളുടെ പഴയ മതവിശ്വാസത്തിൽ തന്നെ തുടരുന്ന ഉറ്റ ബന്ധുക്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്താൻ പാടില്ല എന്ന് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബന്ധം പുലർത്തുന്നവരെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അക്രമികളെന്നാണ്. ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യർ എത്ര ഉറ്റവരായാലും അവരുമായിട്ടുള്ള ബന്ധം അത് അക്രമമായിട്ടും പാപമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരോട് ഇങ്ങനെ ഇടപെടുമ്പോൾ അത് അവരുടെ അന്തസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ്റെ അന്തസ്സിനെ മുറിപ്പെടുത്തുന്നത് IPC 295A പ്രകാരം ശിക്ഷാർഹമാണ്. അപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരാൾക്ക് ആരോട് ബന്ധം പുലർത്തണം അല്ലെങ്കിൽ പുലർത്തണ്ട എന്ന് തീരുമാനിക്കാനുള്ള തികച്ചും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അത് അയാളുടെ തീരുമാനമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആധുനിക സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയോ സംഘടനയോ ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കാനോ അവരെ ഉപേക്ഷിക്കാനോ ആഹ്വാനം ചെയ്യുകയാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മതം മാറി ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് അമുസ്ലിങ്ങളായ സ്വന്തം കുടുംബാംഗങ്ങളെ ഒറ്റപ്പെടുത്തുക, ക്രൂരമായിട്ട് ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ വിദ്വേഷം പടർത്താനും ഈ വരികൾ ഉപയോഗിക്കുക മറ്റൊക്കെ ചെയ്താൽ, ഈ വരികൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ അത് വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരും. ഹേറ്റ് സ്പീച്ച് എന്ന് പറയും, ഹേറ്റ് സ്പീച്ചിൻ്റെ പരിധിയിൽ വരും. മാത്രമല്ല, ഈ മാതാപിതാക്കളോടാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമങ്ങളുടെ ലംഘനമായിട്ട് വരും. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ IPC 295, അതുപോലെ 505, 153A ഇങ്ങനെയൊക്കെയുള്ള, അപ്പോൾ ഈ ക്രിമിനൽ വകുപ്പുകളുടെ പരിധിയിലും ഇത് വരും. ഇത് കർശനമായ ശിക്ഷാ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് വാദിക്കുന്ന മുഹമ്മദ് ഈസ, അബ്ദുള്ള ബാസിൽ, അൻസാരി സുഹ്രി എന്നിവരോടും അവർ വാടകയ്ക്കെടുത്ത രാഹുൽ ഈശ്വറിനോടും ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. ഈ ആയത്ത് സൂറ 9:23 എന്നുള്ള ഈ ആയത്തുണ്ടല്ലോ, ഇത് മനുഷ്യർക്കിടയിൽ സമാധാനം പുലർത്താൻ വേണ്ടിയുള്ള ആയത്താണെന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളത് തെളിയിച്ചുകൊണ്ട് ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയുടെ വിധി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ആംബിയറുണ്ടോ? വെറുതെ വായു കൊണ്ട് ഇസ്ലാം സമാധാനമാണെന്ന് പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ പറയാൻ ആർക്കും പറ്റും. പറഞ്ഞ കാര്യം തെളിയിക്കണ്ടേ? അത് തെളിയിക്കാനാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. മനുഷ്യർക്കിടയിൽ സ്നേഹവും പരസ്പര വിശ്വാസവും സമാധാനവും ഇല്ലാതാക്കുകയും മനുഷ്യവംശത്തിന് ഹാനികരവുമായി ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി ജഡ്ജ് ZS ലോഹത്ത് കണ്ടെത്തിയ അടുത്ത ആയത്ത് സൂറ 9:37. വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിൻ്റെ വർധനവ് തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അല്ലാഹു നിഷിദ്ധമാക്കിയതിൻ്റെ, അതായത് ആ മാസമാണ്, മാസങ്ങൾ നിഷിദ്ധമാക്കിയ കാര്യമാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയ ആ മാസത്തിൻ്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. സൂറ 9:37. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ
ഈ അറബികൾക്കിടയിൽ യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളുണ്ടായിരുന്നു, പവിത്രമായ മാസങ്ങൾ, പുണ്യമാസങ്ങൾ എന്നൊക്കെ അവർ കരുതിയിരുന്നത്. ദുൽഖഅദ, അതുപോലെ ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇതാണ് ഈ 4 മാസങ്ങൾ. അപ്പോൾ ഈ മാസങ്ങളിൽ അവർ പരസ്പരം പോരടിക്കുകയോ കൊള്ളയടിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല, സമാധാനത്തിൻ്റെ മാസങ്ങളാണ്. എന്നാൽ ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് ആരുടെയെങ്കിലും നേരെ യുദ്ധം ചെയ്യാനോ കൊള്ളയടിക്കാനൊക്കെ തോന്നുമ്പോൾ അത് യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇത് ഈ പവിത്രമായ മാസത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, യുദ്ധം ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയും, തങ്ങളുടെ ഈ മാസത്തിൻ്റെ പവിത്രത അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് തൊട്ടടുത്ത മാസങ്ങളിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു തട്ടിപ്പ് സമ്പ്രദായം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയാണ് നസിയ എന്ന് പറയുന്നത്. അതായത് ഈ മാസം യുദ്ധം ചെയ്യാൻ പാടില്ല, പക്ഷേ ഇവരുടെ ആരെങ്കിലും ആക്രമിച്ചു, അപ്പോൾ അവരെ ആക്രമിക്കണം, ആ ഗോത്രത്തിലെ ചിലരെ കൊല്ലണം. പക്ഷെ ഇപ്പോൾ പവിത്രമായിട്ടുള്ള മാസമാണ് താനും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പവിത്രമായ മാസം അവർ പറയും നമ്മളിത് അടുത്ത മാസം ആചരിച്ചാൽ മതി, അടുത്ത മാസം നമുക്ക് പവിത്ര മാസമായിട്ട് ആചരിക്കാം, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പോയിട്ട് യുദ്ധം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഹിജ്റ 9-ാം വർഷത്തിൽ അല്ലെങ്കിൽ 10-ാം വർഷത്തെ മുഹമ്മദിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുഹമ്മദ് ഈ സമ്പ്രദായത്തെ കർശനമായിട്ട് നിരോധിക്കുകയാണ്. തങ്ങളുടെ ഇഷ്ടാനുസരണം കലണ്ടർ മാറ്റിമറിക്കുന്ന അമുസ്ലിങ്ങളുടെ ഈ നടപടിയെ അത് സത്യനിഷേധത്തിൻ്റെ അല്ലെങ്കിൽ കുഫറിൻ്റെ വർധനവായിട്ടാണ് ഈ ആയത്ത് വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവതരിച്ചതാണ് ഈ വചനം. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഇതാണ്. ഇത് നമുക്ക് ഇന്ത്യൻ നിയമത്തിൻ്റെ, അതായത് IPC അല്ലെങ്കിൽ BNS-ൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒറ്റനോട്ടത്തിൽ ഈ ആയത്ത് വായിക്കുമ്പോൾ ഇത് വെറും ഒരു കലണ്ടർ പരിഷ്കരണമാണെന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ അക്കാലത്ത് അറബികളുടെ ഒരു ദുരാചാരത്തെ നിർത്തലാക്കിയതാണെന്ന് നമുക്ക് തോന്നാം. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. എന്നാൽ ആധുനിക ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും അതുപോലെ ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി വിധിയുടെയും കണ്ണിലൂടെ നോക്കുമ്പോൾ ഇന്നത്തെ ബഹുസ്വര സമൂഹത്തിൽ ഈ ആയത്ത് സൃഷ്ടിക്കുന്ന മാനസികമായ വിടവും നിയമലംഘനവും വളരെ വലുതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് IPC 153A, BNS-ൽ 196 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മതവിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയും ശത്രുതയും വളർത്തലാണ്. മുസ്ലിങ്ങളെ ഒന്നടങ്കം സത്യനിഷേധികളെന്ന് മുദ്ര കുത്തുകയും സത്യത്തെ നിഷേധിക്കുന്നവരാണെന്ന് മുദ്ര കുത്തുകയാണ്. എത്ര സത്യസന്ധനായ മനുഷ്യനാണെങ്കിലും ഇസ്ലാമിൻ്റെ കണ്ണിൽ അവൻ അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുറാനെയും ഒക്കെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, മുസ്ലിമായി മാറുന്നില്ലെങ്കിൽ അവൻ സത്യനിഷേധിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സത്യനിഷേധികളായിട്ട് മുദ്ര കുത്തുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സഹപൗരന്മാരായ അമുസ്ലിങ്ങളെ എക്കാലത്തും സംശയദൃഷ്ടിയോടെ കാണാനും അവരോട് ഒരുതരം പുച്ഛവും അവജ്ഞയും വെറുപ്പും മുസ്ലിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കാനും ഇത്തരം ആയത്തുകൾ കാരണമാകും. അമുസ്ലിം എന്ന് പറഞ്ഞാൽ അത് മോശം പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് എന്ന ചിന്ത, അത് മുസ്ലിങ്ങളുടെ ഉള്ളിലെ ആ ചിന്തയുണ്ടല്ലോ, അത് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കും എന്നതുകൊണ്ട് ഈ ആയത്ത് IPC 153A ലംഘനമാണ്. രണ്ടാമത്തത് IPC 295. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്തലും അപമാനിക്കലുമാണ്. മറ്റൊരു വിഭാഗത്തിൻ്റെ രീതികളെയും വിശ്വാസങ്ങളെയും ബോധപൂർവം അപമാനിക്കുകയോ തരം താഴ്ത്തി കാണിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായിട്ട് തോന്നിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് അവർ എത്ര നല്ല കാര്യം ചെയ്താലും അവരുടെ കണ്ണിൽ നല്ലതാണെന്ന് തോന്നുന്ന കാര്യം, ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുന്നു, സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു, പാവപ്പെട്ട കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിന് സ്പോൺസർ ചെയ്യുന്നു, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് സ്പോൺസർ ചെയ്യുന്നു, അതല്ലെങ്കിൽ ആഹാരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നാട്ടിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അത് മുസ്ലിങ്ങളാണെങ്കിൽ അവർ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ അത് നല്ലതാണ്, ഞങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, ഒരു സൽപ്രവൃത്തിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു പറഞ്ഞു അവർ ഇസ്ലാം ആകാത്ത കാലത്തോളം ഇങ്ങനെയുള്ള എന്തൊക്കെ സൽപ്രവൃത്തി ചെയ്താലും അതെല്ലാം ദുഷ്പ്രവൃത്തികളാണ്. അള്ളാഹുവിൻ്റെ കണ്ണിൽ അതൊക്കെ ദുഷ്പ്രവൃത്തികളാണ്. അവരുടെ കണ്ണിൽ അവർക്കത് നന്നായിട്ട് ഭംഗിയായിട്ട് നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ തോന്നിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ. പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ ദുഷ്പ്രവൃത്തികളാണ്. അങ്ങനെയാണ് അള്ളാഹു പറയുന്നത്. ഇസ്ലാം ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളെല്ലാം മോശമാണെന്നും അവർ അള്ളാഹുവിനാൽ എന്നേക്കുമായി വെറുക്കപ്പെട്ടവരാണെന്നും മാത്രമല്ല അള്ളാഹു അവരെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല എന്നും ഒരു ഗ്രന്ഥം അതിൻ്റെ അനുയായികളെ നിരന്തരമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അത് ശൈശവ പ്രായം മുതലേ നമുക്കറിയാം. 3-4 വയസ്സ് പ്രായമാകുമ്പോഴേക്കും മദ്രസയെ വിടുകയാണ്.
അപ്പോൾ മദ്രസ ചെന്ന് ഖുറാൻ പഠിക്കാനാണല്ലോ മദ്രസയിൽ പോകുന്നത്. ആ പ്രായം മുതലേ ഇത്തരം ആയത്തുകൾ കേട്ട് വളരുന്ന ആ മുസ്ലിങ്ങളുടെ കണ്ണിൽ അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടെ തലച്ചോറ് അങ്ങനെ ഫങ്ഷൻ ചെയ്തിരിക്കുകയാണ്. ആ മുസ്ലിങ്ങൾ എന്നാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ജീവികൾ, നികൃഷ്ട ജീവികൾ മാത്രമായിരിക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് അമുസ്ലിം സമൂഹത്തിൻ്റെ അന്തസ്സിനെ ഇത്തരത്തിൽ പരസ്യമായി അപമാനിക്കുന്നത്, അവരെ മൊത്തത്തിൽ ഇങ്ങനെ തരം താഴ്ത്തുന്നത് IPC 295A പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ടാമത്തത് പൊതുജനമധ്യ വിദ്വേഷവും അകൽച്ചയും പടർത്തലാണ്. IPC 505(2) അല്ലെങ്കിൽ BNS-ലാണെങ്കിൽ 353, BNS-ൻ്റെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 353. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷമോ ശത്രുതയോ അവജ്ഞയോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ നടത്തുന്നതും അവ വിതരണം ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെ പരിധിയിൽ വരും. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുമിടയിൽ മാനസികമായ വിടവുണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം ആയത്തുകൾ ഒരു മതേതര രാജ്യത്ത് വലിയ തോതിലുള്ള അസഹിഷ്ണുതയ്ക്ക് വഴിവെക്കും. മുസ്ലിങ്ങളും ബാക്കിയുള്ള സമുദായങ്ങളും തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ ഇത്തരം ആയത്തുകൾ കാരണമാകുമെന്ന ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയുടെ നിരീക്ഷണം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. സഹപൗരന്മാരെ, തങ്ങളോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സഹപൗരന്മാരെ സംശയദൃഷ്ടിയോടെയും പുച്ഛത്തോടെയും വെറുപ്പോടെയും അറപ്പോടെയും വിദ്വേഷത്തോടെയും കാണാൻ പ്രേരിപ്പിക്കുന്ന ഖുറാനിലെ ഈ വരികൾ പരസ്യമായി പ്രസംഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ BNS സെക്ഷൻ 353 പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ആരാധനാലയത്തിൽ വെച്ചാണെങ്കിൽ 5 വർഷം ഔട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ബൈബിളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഞങ്ങൾ ബൈബിൾ എവിടെ നിന്നും പ്രസംഗിക്കും. അത് പൊതുജനങ്ങളോട് പ്രസംഗിക്കുന്നത് എപ്പോഴും ഞങ്ങൾ പുതിയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. സുവിശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചർച്ചിനകത്താണ് ഞങ്ങൾ പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങളും പുതിയ നിയമവും രണ്ടും ഒരുമിച്ച് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ ഒരു കോടതിയും ഞങ്ങൾക്കെതിരെ കേസെടുക്കില്ല, ഒരു പോലീസുകാരനും ഞങ്ങളുടെ വീട് അന്വേഷിച്ച് വരില്ല. പക്ഷെ ഖുറാനിൽ വിശ്വസിക്കുന്നവരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നാൽ ഏത് ആയത്ത് വേണമെങ്കിലും ഒരു വർഷം പ്രസംഗിക്കാൻ പറ്റിയേക്കാം. ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ പല ആയത്തുകൾ പ്രസംഗിക്കരുന്ന് വിലക്കുണ്ട്. എന്നാലും എല്ലായിടത്തില്ല, ചില ഇടങ്ങളിലേക്കേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ അതല്ല, അവിടെ ചില ഇടങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അത് പറ്റില്ല. ഇന്ത്യയിൽ ഒരിക്കലും പബ്ലിക്കായിട്ട് ഇത്തരം ആയത്തുകൾ ഇവർക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. സൂറ 9:37 ഇന്ത്യയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരും. IPC 153A 295A 505(2) തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കർശനമായ ക്രിമിനൽ നടപടികൾക്ക് അതൊക്കെ കാരണമാവുകയും ചെയ്യും. എനിക്കിത് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ചിരിച്ചൊരു വഴിയാകുന്നത്. സൂറ 9:37 പ്രകാരം അള്ളാഹുവിൻ്റെ കണ്ണിൽ രാഹുൽ ഈശ്വർ ആരാണ്? യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ ആരാണ്? ഒന്നാമതായി അയാൾ ഒരു പക്ക സത്യനിഷേധിയാണ് അള്ളാഹുവിൻ്റെ കണ്ണിൽ. രണ്ടാമതായി അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കണ്ണിൽ വെറും ദുഷ്പ്രവൃത്തികൾ മാത്രമാണ്. മൂന്നാമതായി ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സത്യനിഷേധികളെ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കുകയുമില്ല. അതായത് ഈ ഖുർആൻ പ്രകാരം യാതൊരു രക്ഷയുമില്ലാത്ത, അള്ളാഹുവിന് ഏറ്റവും അറപ്പും വെറുപ്പുമുള്ള വഴികേടിലായവരുടെ കാറ്റഗറിയിലാണ് ഡിജിറ്റൽ ദാഹവാക്കാരുടെ ഈ സ്വന്തം രാഹുൽ ഈശ്വർ നിൽക്കുന്നത്. എന്നിട്ടും തന്നെ ഇത്രത്തോളം പുച്ഛിക്കുകയും പരിഹസിക്കുകയും ദുഷ്പ്രവൃത്തിക്കാരനെന്ന് മുദ്ര കുത്തുകയും ചെയ്ത അതേ പുസ്തകം അത് സമാധാനത്തിൻ്റെ കേദാരമാണെന്ന് വരുത്തി തീർക്കാൻ ഈ രാഹുൽ ഈശ്വർ തന്നെ മുന്നിട്ടിറങ്ങുന്നത് കാണുമ്പോൾ ഈ ചൂണ്ടക്കുളത്തിൽ കോർത്ത് വച്ചിരിക്കുന്ന മണ്ണിര വെള്ളത്തിലുള്ള മീനുകളോട് ഈ ചൂണ്ടക്കാരൻ്റെ കാരുണ്യത്തെപ്പറ്റിയും അഹിംസയെപ്പറ്റിയും പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതി തന്നെയാണ്. അള്ളാഹു ഒരിക്കലും നേർവഴിക്കാക്കില്ല എന്ന് ഖുറാനിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരുത്തം വന്നിട്ടാണ് ഇസ്ലാമിൻ്റെ സമാധാനത്തെക്കുറിച്ചും നേർവഴിയെക്കുറിച്ചും ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ദുരന്തം വേറെയുണ്ടോ? അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കോമഡി ഏത് രീതിയിലും കാണാം ഇത് വേറെയുണ്ടോ? സ്വന്തം കഴുത്തിറക്കാൻ വെച്ചിരിക്കുന്ന കത്തി കണ്ടിട്ടേ ഈ കത്തിക്ക് നല്ല വെണ്ണയുടെ മയമാണ്, നല്ല തിളക്കമുണ്ട്, മിന്നിത്തിളങ്ങുന്ന കത്തി. അപ്പോൾ ഇതുകൊണ്ട് കഴുത്തിറക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. വേദന അറിയുകയില്ല. വേദന നമ്മൾ കഴുത്തറുത്തുനിന്ന് അറിയണേക്കാൾ മുമ്പേ നമ്മുടെ ജീവൻ പോയിട്ടുണ്ടാകുന്ന ഒരു കോഴി വന്ന് സാക്ഷ്യം പറയുന്നതിലെ അതേ ട്രാജഡിയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഈ പ്രീണന നാടകത്തിലും ഉള്ളത്. ദാവാക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന താൽക്കാലിക കയ്യടികൾക്കും വ്യൂസിനും വേണ്ടി തന്നെയും തൻ്റെ സമുദായത്തെയും അവഹേളിക്കുന്ന ഇത്തരം ആയത്തുകളെ ന്യായീകരിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ജീവനോടെ കുഴിച്ചു മൂടാൻ പോകുന്നവർക്ക് കുഴിയെടുക്കാൻ വേണ്ടി
സ്വന്തം കാശ് കൊടുത്ത് JCB വിളിക്കുക, അല്ലെങ്കിൽ JCB കാരന് സ്വന്തം ഫോണിൽ നിന്ന് GPay ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പറയുക? ആ പരിപാടി അല്ലാതെ ഇതിനെ വേറെ എന്താ വിളിക്കുക? ദാവാക്കാർക്ക് ഞങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടുമ്പോൾ സത്യനിഷേധി എന്ന് തങ്ങളുടെ ഗ്രന്ഥം തന്നെ പ്രഖ്യാപിച്ച ഒരാളെ കൂലിക്കെടുത്ത് ഈ ആയത്തുകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന മുഹമ്മദ് ഈസയും അബ്ദുള്ള ബാസിലുമൊക്കെ എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും. എന്തൊരവസ്ഥയാണ് ഇവരുടെ. രാഹുൽ ഈശ്വറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്രയൊക്കെ മുക്കി മൂളിയാലും ദാവാക്കാരെയും മുസ്ലിങ്ങളെയും സോപ്പിടാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഈ ഖുർആൻ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ണിൽ നിങ്ങളെക്കാലത്തും ദുഷ്പ്രവൃത്തിക്കാരനായ ഒരു സത്യനിഷേധി മാത്രമാണ്. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ച് നിങ്ങൾ കാണിക്കുന്ന ഈ കൂലിപ്പണിയുണ്ടല്ലോ, ഇസ്ലാമിന് വേണ്ടിയുള്ള ഈ കൂലിപ്പണി, ഇത് ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് കേട്ടോ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്നാലും നിങ്ങളെല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞ് നടക്കുന്ന സകല എണ്ണത്തിനെയും അനിൽകുമാർ അയ്യപ്പൻ എന്ന ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ആയത്തിനെക്കുറിച്ചുള്ള ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയുടെ വിധി തെറ്റാണെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ മുഹമ്മദ് ഈസയും അബ്ദുള്ള ബാസിലും അൻസാരി സുഹരിയൊക്കെ അടങ്ങുന്ന സകല ദാവാക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവരുടെ വാടക സംവാദകൻ രാഹുൽ ഈശ്വറിനെ പ്രത്യേകിച്ച് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിതൊന്ന് തെളിയിക്കുക. കുറഞ്ഞ പക്ഷേ അപ്പീലെങ്കിലും പോകും. രാഹുൽ ഈശ്വർ പോകണമെന്നില്ല, ബാക്കിയുള്ള ദാവാക്കാരല്ല, നിങ്ങളൊന്ന് അപ്പീൽ പോയി. ഈ കോടതി വിധി 40 കൊല്ലമായിട്ട് ഇത് അവിടെ അങ്ങനെയൊക്കെ എടുക്കുകയാണ്. ആ വിധിയൊന്നും മാറ്റി കിട്ടാൻ വേണ്ടി അപ്പീൽ പോകും മേൽക്കോടതിയിലേക്ക്, ചീഫ് മെട്രോപൊളിറ്റൻ കോടതിയിലേക്കോ ഡൽഹി ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ എവിടെയെങ്കിലേക്കോ നിങ്ങളൊന്ന് അപ്പീൽ പോകും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വെറും ഒരു കലണ്ടർ പരിഷ്കരണത്തിൽ പോലും അമുസ്ലിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പും അവജ്ഞയും വിദ്വേഷവും കുത്തി നിറച്ച പുസ്തകമാണ് ഖുർആൻ. കലണ്ടർ പരിഷ്കരിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? എന്തിനാ ഈ അമുസ്ലിങ്ങളെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അവരുടെ നേരെ ഈ വെറുപ്പ് ഇങ്ങനെ അങ്ങോട്ട് തുപ്പുന്നത്? ഇവരെപ്പോഴും പറയാറുണ്ട് ഈ ശശികലനെ കുറിച്ച്, കൊടും വിഷമാണ് ഓമിപ്പിക്കുന്നതെന്ന്. അതിനേക്കാളും വലിയ വിഷമാണ് നിങ്ങളുടെ പുസ്തകം, മനസ്സിലായ? ഖുർആൻ. ശശികല വിഷമാണ്, അത് സമ്മതിക്കുന്നത്. പക്ഷേ ഈ ഖുർആൻ്റെ മുമ്പിൽ ശശികലയൊക്കെ ഒരു നീർക്കോലിയാണ്. ഇത് രാജവെമ്പാലയാണ്, അതിൻ്റെ മേലെയുള്ളതാണ് നിങ്ങളുടെ പുസ്തകം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളതാണ്. അപ്പോൾ അത്തരം പുസ്തകമാണിത്. അമുസ്ലിങ്ങളെല്ലാം ദുഷ്പ്രവൃത്തിക്കാരാണെന്നും അവരെ ദൈവം ഒരിക്കലും നേർവഴിയിലാക്കില്ലെന്നും പഠിപ്പിക്കുന്ന ഈ വരികൾ അടങ്ങിയ പുസ്തകത്തെയാണ് രാഹുൽ ഈശ്വർ സമാധാനത്തിൻ്റെ ഗ്രന്ഥമാണെന്നും പറഞ്ഞ് വെള്ള പൂശാൻ ശ്രമിക്കുന്നത്. ഒരു അമുസ്ലിമിനെ സംബന്ധിച്ച് ഇതിലും ആത്മഹത്യാപരമായൊരു നിലപാട് വേറെയുണ്ടോ? അറുക്കാൻ നിർത്തിയിരിക്കുന്ന ആടിനെ കൊണ്ട് തന്നെ കശാപ്പുകാരന് ജയ്യ് വിളിപ്പിക്കുന്ന പരിപാടിയാണിത്. അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം രാഹുൽ ഈശ്വറിന് ഇല്ലാതെ പോയി. അതാണ് ഇതിൻ്റെ ട്രാജഡി എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങളൊന്ന് സ്വസ്ഥമായിരുന്ന് സ്വന്തം യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണം തോന്നും, എൻ്റെ അപ്പനെ തെറി വിളിക്കുക. എൻ്റെ അപ്പനെയാണ് തെറി വിളിക്കുന്നത്, എന്നെ അല്ല. അനിൽകുമാറെ എന്ന് വിളിച്ചിട്ടല്ല, അയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് തെറി വിളി മുഴുവനും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ തോന്നും, ശരി നിങ്ങൾ തെറി വിളിക്കുക, എന്നുള്ളതൊക്കെ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് നോക്ക്. അക്ഷരം പ്രതി നിങ്ങൾ അനുസരിച്ച് നടന്നാൽ ഒരു പരിഷ്കൃത രാജ്യത്ത് നിങ്ങൾക്ക് ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൊലക്കയറിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ വെടിയുണ്ട നിങ്ങളുടെ മാറിലേക്ക് വായിപ്പിക്കുന്ന ഇമാതിരി ഒരു ഗ്രന്ഥമാണോ സർവശക്തനായ ദൈവം മനുഷ്യർക്ക് നൽകുക? ഒരിക്കലുമല്ല. സഹജീവികളെ സ്നേഹിക്കാനും അവരോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും പഠിപ്പിക്കുന്നതിന് പകരം അന്യമതസ്ഥരുടെ കഴുത്തറക്കാനും കൊള്ളയടിക്കാനും നിങ്ങളെക്കൊണ്ട് ആയുധമെടുപ്പിക്കുന്ന ഈ കിരാതമായ വചനങ്ങൾ നൽകി അള്ളാഹു നിങ്ങളെ അതിക്രൂരമായി വഞ്ചിച്ചിരിക്കുകയാണ്. ക്രൂരമായിട്ട് നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ജനതയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആശയങ്ങളെല്ലാം ദൈവികമാണെന്ന് വിശ്വസിപ്പിച്ച് അള്ളാഹു എന്ന പിശാച് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ അന്ധതയിലാണ്, നിങ്ങളിപ്പോൾ അന്ധകാരത്തിലാണ്. ആ അന്ധകാരത്തിൻ്റെ കെണിയിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങൾ പുറത്തു വരണം, വെളിച്ചത്തിലേക്ക് വരണം. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ആ വെളിച്ചത്തിലേക്ക് വരണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സത്യദൈവമുണ്ട്. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ, നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ സ്വയം ഏറ്റെടുത്ത്
കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് പകരമായി തൻ്റെ തിരുരക്തം ചിന്തി സ്വന്തം ജീവനെ നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി നൽകിയത് ആ സ്നേഹസ്വരൂപനാണ്. പാപികളെ നരകത്തിലെ വിറകുകൊള്ളികളാക്കാൻ കാത്തിരിക്കുന്നവനല്ല സത്യദൈവം, മറിച്ച് പാപികളെ തേടി വന്ന് സ്വന്തം ജീവൻ പകരം നൽകി അവരെ പാപത്തിൻ്റെ അഴുക്കിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവാണ് യഥാർത്ഥ സ്രഷ്ടാവും രക്ഷിതാവും. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്നുള്ള കാര്യം. ദൈവത്തിൻ്റെ ആഗ്രഹമാണത്. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം, സത്യദൈവത്തെ തിരിച്ചറിയണം. അതോടെ അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യും, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആ ജീവനുള്ള സത്യദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുക. നിങ്ങളെ തീവ്രവാദികളാക്കുന്ന ആ വെറുപ്പിൻ്റെ പുസ്തകമായ ഖുർആൻ താഴെ വെച്ച് സ്നേഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും ആ സത്യസുവിശേഷം നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. ആദ്യം അതെങ്കിലും തയ്യാറാകുക. വഞ്ചിക്കപ്പെട്ട നിങ്ങളുടെ ആത്മാക്കൾക്ക് അവിടെ മാത്രമേ, യേശുക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥ ശാന്തിയും സമാധാനവും രക്ഷയും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ദൈവം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യം തിരിച്ചറിയാൻ യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. നമുക്കിനി അടുത്ത ആയത്ത് നോക്കാം. 1986 ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി ജഡ്ജി സെഡ്ഡസ് ലോഹത്ത് തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യമുണ്ട്. ഖുർആൻ ഒരു വശത്ത് മുസ്ലിങ്ങളും മറുവശത്ത് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും എന്ന നിലയിൽ എക്കാലത്തും ഭിന്നതകൾ സൃഷ്ടിക്കുന്ന പുസ്തകമാണ് എന്ന് കോടതി വിധിയിലുള്ളതാണ്. ആ നിരീക്ഷണം അല്ലെങ്കിൽ ആ വിധി എത്രമാത്രം കൃത്യമാണെന്ന് തെളിയിക്കുന്ന അടുത്ത ആയത്ത് സൂറ 5:57 ഞാനത് വായിക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദ വിഷയവുമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാഹുവെ സൂക്ഷിക്കുവിൻ. സൂറ 5:57. ഒറ്റ നോട്ടത്തിൽ തങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നവരോട് കൂട്ടുകൂടരുത് എന്നൊരു സ്വാഭാവിക നിർദ്ദേശമായി ദാവാക്കാർ ഇതിനെ വെള്ളപൂശാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഒരു നിമിഷം ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ടാണ് അക്കാലത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബഹുദൈവാരാധകരുമൊക്കെ മുസ്ലിങ്ങളെ ഇത്രമാത്രം പരിഹസിച്ചത്? അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തെ, ഖുറാനെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസാചാരങ്ങളെയൊക്കെ തമാശയായിട്ട് കണ്ടത്? അതിൻ്റെ സൈക്കോളജി വളരെ ലളിതമാണ്. ഇസ്ലാമിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിന് മുമ്പേ അറേബ്യയിൽ ഉണ്ടായിരുന്ന മതങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ്. ഇപ്പോൾ നിസ്കാരം യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കോപ്പിയടിച്ചതാണ്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വേറെ ചില കൂട്ടരൊക്കെ, അതായത് ഈ നെഞ്ചിൽ കൈകെട്ടി നിന്നുകൊണ്ടും കൈകൾ മുകളിലേക്ക് ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ടും മുട്ടുകുത്തി നിന്നുകൊണ്ടും മുട്ടുകുത്തി ഇരുന്നു കൊണ്ടും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും പിന്നെ മുട്ടുകുത്തി ഇരുന്ന് രണ്ട് കാൽമുട്ടുകൾക്കും ഇടയിൽ തല വീഴ്ത്തിക്കൊണ്ടും ഒക്കെയുള്ള പ്രാർത്ഥനാ രീതികൾ അക്കാലത്തെ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. അവരങ്ങനെ ചെയ്യും. അതായത് എപ്പോഴും അങ്ങനെയാണെന്നല്ല, ഓരോരോ മാനസികാവസ്ഥയിൽ ഓരോരോ രീതിയിൽ ഇവരിങ്ങനെ പല പൊസിഷനുകളിൽ നിന്നും ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കഠിനമായ നിരാശയോ വേദനയോ വിഷമമൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മുട്ടുകുത്തി ഇരുന്ന് തല രണ്ട് കാലുകളുടെ ഇടയിൽ വെച്ചൊക്കെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഇനി അങ്ങനെയൊന്നും അല്ലാത്ത സന്തോഷത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പല രീതിയിലൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ മുഹമ്മദ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പല രീതിയിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ബാക്കി പലരൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം കോപ്പി അടിച്ചിട്ട് ഒറ്റ പ്രാർത്ഥനയിൽ ഈ പോസുകളെല്ലാം ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. മനസ്സിലായ? നിന്നും ഇരുന്നും മുട്ടുകുത്തിയും അങ്ങനെ പല രീതിയിൽ തല മുമ്പിട്ടും കുനിച്ചും ഒക്കെ ആയിട്ട് ഇത് മറ്റൊരു ചെയ്തുകൊണ്ടിരുന്ന ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ തച്ചിന് ഇതെല്ലാം ഉൾപ്പെടുത്തി. അതാണ് നിസ്കാരം. അതായത് മുഹമ്മദ് ഉണ്ടാക്കിയ, കോപ്പി അടിച്ചുണ്ടാക്കിയ പുതിയ മതത്തിലെ പ്രാർത്ഥനയിൽ ഈ പോസുകളെല്ലാം ഉൾപ്പെടുത്തി. അതിനെയാണ് ഒരു വലിയ കാര്യത്തിൽ നിസ്കാരം എന്നൊക്കെ പറയുന്നത്. ഇനി നോമ്പ് ഇത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടമെടുത്തതാണ്. അത് ഖുർആൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. സൂറ 2:153 പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുൻപുള്ളവരോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് മുമ്പേ ഉള്ളവരവിടെ നോമ്പ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും യഹൂദന്മാരും നോമ്പ് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതാണ് ഇവർ കോപ്പി അടിച്ചിരിക്കുന്നത്. ഇനി ഹജ്ജും കാബയെ പ്രദക്ഷിണം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, തവാഫ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഇസ്ലാം വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മക്കയിലെ ബഹുദൈവാരാധകർ, പാഗൻസ് ഉണ്ടല്ലോ, അവർ കാബയെ വലം വയ്ക്കുക. അത് തുണിയൊന്നുമില്ലാതെയാണ്, ഫുൾ നഗ്നരായിട്ട് കാബയെ വലം വയ്ക്കുമായിരുന്നു. പിന്നെ സഫ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടും, കറുത്ത കല്ലിനെ ചുംബിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നു.
മുഹമ്മദ് എന്ത് ചെയ്തു, അതല്ല അതേപടി കോപ്പി അടിച്ച് ഇതിനകത്ത് ഇസ്ലാമിന് നിലനിർത്തി. പിന്നെ ഒരു വ്യത്യാസം വരുത്തി, ഫുള്ള് നഗ്നരായിട്ട് ഓടണ്ട, തുണിയൊന്നുമില്ലാതെ വേണ്ട, ഒരു മേലെ ഒരു വസ്ത്രമെങ്കിലും വേണം. അപ്പോൾ ഇവർ ഇന്ന് ഹജ്ജിന് പോകുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന ടീമായാലും ശരി, അതിൻ്റെ ഹജ്ജിൻ്റെ ആ അതിർത്തിക്കകത്തേക്ക് കടക്കുന്നേക്കാൾ മുമ്പേ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി ഒറ്റ വസ്ത്രം, അടിയിലൊന്നുമില്ലാതെ ഒറ്റ വസ്ത്രമാക്കിയിട്ടാണ് പിന്നെ ഇവർ ഹജ്ജിന് പോകുന്നത്. ഇത് മറ്റവരേന്ന് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഇസ്ലാമിലൊരു ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു കർമ്മമായിട്ട് വച്ചിരിക്കുകയാണ്. പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന്, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി സക്കാത്ത് നോക്കാം. സക്കാത്ത് ഈ ജൂതന്മാരുടെ ദാനധർമ്മ രീതിയുണ്ട്, സദക്ക എന്ന് പറയുന്നത്, ദശാംശം കൊടുക്കുന്നതൊക്കെ അതിനകത്ത് വരുന്നതാണ് ഇതായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കാണെന്നുണ്ടെങ്കിൽ ദശാംശമല്ല, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ പ്രമാണം. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികളും കൊടുക്കുന്നുണ്ട് ദശാംശത്തെക്കാൾ അധികമായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതും മുഹമ്മദ് കോപ്പി അടിച്ച് തൻ്റെ മതത്തിലേക്ക് ചേർത്ത് അതിനൊരു പേര് വിട്ട് സക്കാത്ത്. ഇനി അടുത്തത് വാങ്കുവിളി. ഇപ്പോൾ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പള്ളികളിലേക്ക് ആൾക്കാരെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നത് പള്ളിമണി മുഴക്കിയിട്ടാണ്. അപ്പോൾ പള്ളിമണി മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പള്ളിയിലേക്ക് ചെല്ലുന്നു കുർബാനയ്ക്കും മറ്റുമായിട്ട്. ഇനി യഹൂദന്മാരാണെങ്കിലോ അവർക്ക് കാഹളമുണ്ട്, ഷോഫർ എന്ന് പറയുന്ന കൊമ്പ് കൊണ്ടുള്ള, ചിലത് ആട്ടിൻ്റെ കൊമ്പായിരിക്കും, ചിലത് പോത്തിൻ്റെയോ എരുമയുടെയോ ഒക്കെ കൊമ്പുകളായിരിക്കും. അങ്ങനെ എന്തായാലും അതിൻ്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതിയിട്ടാണ് സിനഗോഗുകളിലേക്ക് ആളുകളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നത്. എന്നാൽ ഈ യഹൂദന് ഈ ഷോഫാർ എന്ന് പറയുന്ന ഈ കാഹളം ഊതുന്നതിന് മുമ്പ് ഷമാ ഇസ്രായേൽ എന്നവരുടെ വിശ്വാസ പ്രഖ്യാപനം നീട്ടിച്ചൊല്ലുമായിരുന്നു. ഷമാ ഇസ്രായേൽ, ഇത് ആവർത്തനം 6:4 ഷമാ ഇസ്രായേൽ യഹോവ എലോഹീനു യഹോവ എഹാദ്. അതായത് ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഷമാ ഇസ്രായേൽ ചൊല്ലിയതിന് ശേഷമാണ് ഇവർ കാഹളം ഊതിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷമാ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വെറുതെ ചൊല്ലുകയാണ്, ഷമാ ഇസ്രായേൽ യഹോവ എലോഹീനു യഹോവ എഹാദ് എന്ന് നമ്മൾ പറയും. ഇനി യഹൂദനാണെങ്കിൽ ഈ യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്നുള്ളതുകൊണ്ട് അവർ യഹോവയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ചത് അദോനായി, നമ്മൾ കർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ കർത്താവ് എന്നുള്ള വാക്കാണ്, അദോനായി എന്നുള്ള വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഷമാ ഇസ്രായേൽ അദോനായി എലോഹിനു അദോനായി എഹാദ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ പറയുകയാണല്ലോ, പക്ഷേ യഹൂദൻ അങ്ങനെയല്ല, അത് ചൊല്ലുകയാണ് സംഗീതാത്മകമായ രീതിയിൽ. ആ വരി ആവർത്തനം 6:4 അവർ ഉറക്കനെ ചൊല്ലുകയാണ്. എങ്ങനെയാണ് അവർ ചൊല്ലുക എന്നുള്ള ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കോ. നിങ്ങളിത് കേട്ടല്ലോ, ജൂതന്മാരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണത്. ഷമാ ഇസ്രായേൽ അദോനായി എലോഹേനു അദോനായി എഹാദ് എന്നുള്ളത്. അപ്പോൾ ഈ ആശയം തന്നെയാണ് മുഹമ്മദ് കോപ്പി അടിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാണെന്ന് പറയുന്ന അതേ ആശയം തന്നെയാണ് ബാങ്കുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അവൻ ഏകനാണെന്ന് പറയുന്ന ആ വരികളിലൂടെ ഇസ്ലാം അത് തന്നെ കോപ്പി അടിക്കുകയാണ്. ഇനി വെറുതെ ചുമ്മാ കോപ്പി അടിക്കുകയല്ല, അവർ
ഈ സിനഗോഗിൽ നിന്ന് ഉറക്കനെ ഇങ്ങനെ വിളിച്ചു കൂവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാഹളം ഊതും. മുഹമ്മദ് കാഹളം എടുത്തില്ല, കാഹളം കോപ്പി അടിച്ചില്ല. പകരം ഈ വിളിച്ചു കൂവുന്ന പരിപാടി ഉണ്ടല്ലോ, അവരുടെ അതിൻ്റെ ഉള്ളടക്കം, ആ ഏകദൈവം എന്ന് പറയുന്ന ആ കാര്യത്തെ അത് കോപ്പി അടിച്ചു. അവരുടെ പ്രാർത്ഥനാ വാചകങ്ങളെ അത് കോപ്പി അടിക്കുകയാണ്. അതിൻ്റെ ഈണം അവരെങ്ങനെയാണോ ചൊല്ലുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ നീട്ടി ഈണത്തിൽ ചൊല്ലണം എന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുക. അവരെ അങ്ങനെ കോപ്പി അടിച്ച് അത് എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായ ഈ മതത്തിനകത്തേക്ക്. അപ്പം മുഹമ്മദും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ആചാരങ്ങളൊക്കെ കോപ്പി അടിച്ചിട്ട് ഈ പുതിയ മതത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇത് കോപ്പി പേസ്റ്റ് മതമാണ് ഇസ്ലാം. ഇതൊക്കെ കോപ്പി അടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതേ ആചാരങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥരായ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ വിളിക്കുന്നത് എന്താണ്? സത്യനിഷേധികളെന്ന്, ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളാണെന്ന്, അവർ അശുദ്ധരാണ്, അവർ നജസാണ്, മാലിന്യമാണ്, അവർ ദുഷ്പ്രവൃത്തിക്കാരാണ്, നേർവഴിയിലല്ലാത്തവരാണ്, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കാത്തവരാണെന്ന് തുടങ്ങി അവരെ അധിക്ഷേപിക്കുകയാണ്, അടച്ചാക്ഷേപിക്കുകയാണ്. ഇവരുടെ മതങ്ങളിലുള്ള സാധനങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കോപ്പി അടിച്ചിട്ട് പിന്നെ അവരെ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. ആ സമയത്ത് ഇത് ഇസ്ലാം ഇങ്ങനെ ഒരു ഭീകരമതമായിട്ട് അവർക്ക് തോന്നിയിരുന്നില്ല. ഭീകരത ഇസ്ലാം ആ സമയത്ത് പുറപ്പെടുവിച്ചിട്ടില്ല. ഈ ആക്ഷേപവും അധിക്ഷേപവും പരിഹാസവും അതൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇതെന്തുവാണ് ഇത്? ഞങ്ങളുടെ പൂർവികരുടെ പ്രാർത്ഥനാ രീതികളും വ്രതാനുഷ്ഠാനങ്ങളും മതാചാരങ്ങളും ഒക്കെ കർമ്മങ്ങളും മതകർമ്മങ്ങളും ഒക്കെ കോപ്പി അടിച്ച് നിങ്ങളൊരു പുതിയ മതം ഉണ്ടാക്കി, എന്നിട്ട് ഞങ്ങളെ നരകത്തിൽ പോകുന്ന സത്യനിഷേധികളായിട്ട് മുദ്ര കുത്തുന്നു. ഇതാണ് അവരുടെ സ്വാഭാവികമായ പ്രതികരണം. അപ്പോൾ അത് പുച്ഛമാണ്. ഇപ്പോൾ നമ്മുടെ നിന്നെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മളെ തന്നെ കുറ്റം പറയുന്ന കാണുമ്പോൾ നമുക്ക് പുച്ഛം ഉണ്ടാവില്ലേ? അപ്പോൾ ആ പുച്ഛവും പരിഹാസമാണ് ഇതിൻ്റെ പുറകിലെ കാരണം. പിന്നെ ഇതുകൂടാതെ ഇവർ 5 നേരം ഈ ബാങ്ക് വിളിക്കുന്നു. ബാങ്ക് വിളിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ലല്ലോ, ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇവരുടെ വിശ്വാസത്തെയൊക്കെ ആക്ഷേപിച്ചും പരിഹസിച്ചും അധിക്ഷേപിച്ചും കൊണ്ട് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അത് 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ല, 5 പ്രാവശ്യം. അപ്പോൾ ഈ പുതിയ രീതി ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ ശല്യമായിട്ട് തോന്നി. അതും ഈ പരിഹാസത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ മതം കോപ്പി അടിച്ചിട്ട് ഞങ്ങളെ തന്നെ പുച്ഛിച്ച് നടക്കുവാനോടാ എന്ന അക്കാലത്തെ ജനതയുടെ സ്വാഭാവികമായ പ്രതികരണത്തെയും പരിഹാസത്തെയുമാണ് സൂറ 5:57 അള്ളാഹു ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സത്യനിഷേധികളെ ആരെയും ഉറ്റമിത്രങ്ങളാക്കരുത്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളെ ഒരു തരം ഇരുട്ടറയിലേക്ക് മാറ്റുകയാണ്. അമുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ, അവരെ സാമൂഹ്യമായി മാറ്റി നിർത്താൻ, അവരുമായിട്ട് നിങ്ങളൊരു ബന്ധം പാടില്ല എന്നും പറഞ്ഞ് ഇവരെ ഇരുട്ടറയിലേക്ക് മുസ്ലിങ്ങളെ ഒതുക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് ചരിത്രപരമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണെങ്കിലും ഇത് ലോകാവസാനം വരെ പ്രാക്ടിക്കലാക്കാനുള്ളതാണെന്നാണ് ഓരോ മുസ്ലിമിൻ്റെയും വിശ്വാസം. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്കറിയാം. അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രത്യേക കൂട്ടരോട് മാത്രം ഉള്ളതാണ്, അല്ലാണ്ട് ഇസ്രായേലിനോട് തന്നെ പിൽക്കാലത്തേക്കുള്ളതല്ല. ആ ഒരു സന്ദർഭത്തിൽ കൊടുത്ത പല കാര്യങ്ങളും ഉണ്ട്. അതങ്ങനെ തന്നെ അവരും എടുക്കുന്നുള്ളൂ. യഹൂദന്മാർ പോലും അതങ്ങനെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അവരതൊന്നും പ്രാക്ടീസ് ചെയ്യാത്തത്. എന്നാൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് വേറെയുണ്ട്, അതങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവരത് കൃത്യമായിട്ട് അതിനെ തിരിച്ച് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഈ ഖുറാനെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം അതിനകത്തുള്ള ഓരോ ആയത്തും അതിൻ്റെ വള്ളിയും പുള്ളിയും വരെ ലോകാവസാനം വരെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്, പ്രായോഗികമാക്കാനുള്ളതാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത്. ലോകാവസാനം വരെയുള്ള കിതാബാണിതെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ പശ്ചാത്തലത്തിൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ പശ്ചാത്തലം കണ്ടല്ലോ, ആയത്തിറങ്ങാനിടയായ പശ്ചാത്തലം. അപ്പോൾ ആ പശ്ചാത്തലത്തിലല്ല ഇന്നും ഇത് പ്രസക്തമാണ് അവരെ സംബന്ധിച്ച്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെയും സമാധാനപരമായ സഹവർത്തിത്വത്തെയും ഖുർആൻ എങ്ങനെയാണ് നഗ്നമായി വിലക്കുന്നതെന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ യഹൂദരെയും ക്രിസ്ത്യാനികളെയും മറ്റ് അമുസ്ലിങ്ങളെയും ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല എന്നിവിടെ കർശനമായിട്ട് കൽപ്പിക്കുകയാണ്, വിലക്കുകയാണ്. അത് അവരുമായിട്ടുള്ള ബന്ധം വിലക്കുകയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അന്യമതസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കരുതെന്നും അവരെ അകറ്റി നിർത്തണമെന്നും പഠിപ്പിക്കുന്നത് വർഗീയ ചേരിതിരിവിനും കലാപങ്ങൾക്കും മാത്രമേ വഴിവെക്കുകയുള്ളൂ. ഇത്തരം ആയത്തുകൾ ഉള്ളിടത്തോളം കാലം ഈ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എന്ന് പറയുന്ന ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ എപ്പോഴും ഭിന്നതകളും വർഗീയ അസ്വാരസ്യങ്ങളും വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന ജസ്റ്റിസ് ലോഹത്തിൻ്റെ നിരീക്ഷണം ഈ ആയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വരികളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വ്യക്തമാവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A അല്ലെങ്കിൽ BNS 196 വകുപ്പ് പ്രകാരം മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ പരസ്പരം അകറ്റുന്നതും ശത്രുത വളർത്തുന്നതും ജാമ്യമില്ലാ കുറ്റമാണ്. ഇതുകൂടാതെ IPC 505 2ാം ഉപവകുപ്പ് പ്രകാരം
സമുദായങ്ങൾക്കിടയിൽ അകൽച്ചയും അവജ്ഞയും ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നത്, അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്ന അടിസ്ഥാന തത്വത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ് ഈ ഖുർആൻ ആയത്ത്. ഇവിടെ നമ്മൾ വളരെ യുക്തിസഹമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഒരു മതം എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയാണ്, ഇൻസെക്യൂരിറ്റിയാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പ്രയോഗിച്ചതും പിൽക്കാല മുസ്ലിം മതനേതൃത്വം കഴിഞ്ഞ ഏതാണ്ട് 14 നൂറ്റാണ്ടുകളോളമായിട്ട് തുടർന്നു പോകുന്നതുമായ ഈ ഐസൊലേഷൻ സ്ട്രാറ്റജിയെ, അതായത് ഒറ്റപ്പെടുത്തൽ തന്ത്രത്തെയാണ് 21-ാം നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും വന്ന് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഇവർ നിങ്ങൾ അവരുമായിട്ട് കൂട്ടുകൂടരുത്, ഇവരുമായിട്ട് കൂട്ടുകൂടരുത്, അവർ ഒറ്റ സുഹൃത്തുക്കളാക്കരുതെന്നും പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അകന്ന് മാറി സ്വന്തമായിട്ടുള്ള ആ ഒരു ചേംബറിനകത്ത് അതിനകത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം ഇത്രയധികം എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകാൻ യഥാർത്ഥത്തിൽ കാരണം എന്താണ്? ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ഖുറാനിലെയും ഹദീസുകളിലെയും അശാസ്ത്രീയതകളും മണ്ടത്തരങ്ങളും മറ്റ് മതസ്ഥരായ ആളുകൾ പരിഹസിക്കാനും അതിനെക്കുറിച്ച് തങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങി. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ യാതൊരു ഉത്തരവുമില്ലാതെ ഇസ്ലാമിലെ യുവതലമുറ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് അവസാനം മനസ്സിലായി, ഗത്യന്തരമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി. അവർക്ക് അവസാനം സ്വന്തം മതത്തിൻ്റെ പൊള്ളത്തരം അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി, ഇത് വെറും ഉഡായിപ്പ് മതമാണ്, കോപ്പി പേസ്റ്റ് മതമാണ്, ഇത് കള്ളത്തരമാണ്, വഞ്ചനയാണ്, ഞങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരികളും ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം എക്സ് മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും ഉള്ളത്. 21-ാം നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇസ്ലാമിന് സംഭവിച്ച ഈ വൻ തകർച്ചയും കൊഴിഞ്ഞുപോക്കും 7-ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുമെന്ന് മുഹമ്മദിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പുറയിലുണ്ടായിരുന്ന പിശാചിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. തൻ്റെ അനുയായികൾ വിവരമുള്ള ജൂതന്മാരുമായോ ക്രിസ്ത്യാനികളുമായോ ഉറ്റ ബന്ധം പുലർത്തിയാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തൻ്റെ കോപ്പിയടി മതത്തിൻ്റെ അടിത്തറ ഇളകുമെന്ന് മനസ്സിലാക്കിയാണ് മുഹമ്മദ് ഈ ഒരു വിലക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മുഹമ്മദിനെ കൊണ്ട് പിശാചി വിലക്ക് ഏർപ്പെടുത്തിയത്. അതായത് ഇത് കൃത്യമായിട്ട് പിശാചും മുഹമ്മദും മനസ്സിലാക്കി, ഇവർ മുസ്ലിങ്ങൾ മറ്റ് മതസ്ഥരുമായിട്ട് ഇടപഴകിയാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈ കോപ്പി പേസ്റ്റ് തങ്ങൾ പകർത്തി എഴുതിയ ഈ പുതിയ മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടപ്പെടുമെന്ന് മുഹമ്മദിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ അമുസ്ലിങ്ങളെയും അതുപോലെ നിങ്ങളുടെ മതത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുതെന്ന് കൽപ്പിച്ച് അനുയായികളെ ഒരു എക്കോ ചേംബറിൽ തളച്ചിടാൻ ശ്രമിച്ചത്. അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, പുറമേ ഉള്ളവരില്ല. അതിനകത്ത് തന്നെ മതി. ഇവർ താമസിക്കുമ്പോൾ പോലും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു അമുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു സത്യനിഷേധ അല്ലെങ്കിൽ കാഫറിൻ്റെ, ആ വാക്കാണ്, കാഫറിൻ്റെ വീട്ടിൽ കത്തിക്കുന്ന വെളിച്ചം നിങ്ങൾ കാണാനിടയാകരുത് എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. ഇന്നത്തെ പോലെയല്ല, നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലമല്ല, മരുഭൂമിയാണെന്ന് ഓർക്കണം. അപ്പോൾ ദൂരെ ഒരു വെളിച്ചം ഉണ്ടായാൽ കാണുക, അത്ര ദൂരത്തുള്ള വെളിച്ചം രാത്രി കാണാൻ പറ്റും. അപ്പോൾ മുഹമ്മദ് പറയാണ്, നിങ്ങൾ താമസിക്കേണ്ട അകലം, കാഫറും നിങ്ങളും തമ്മിൽ താമസിക്കേണ്ട അകലം എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് നിങ്ങൾ കാണരുത്, അത്ര ദൂരെ ആയിരിക്കണം നിങ്ങൾ താമസിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതൊക്കെ മുഹമ്മദ് പറഞ്ഞതിൻ്റെ പുറകിലെ കാരണം ഇതാണ്. ഇടപഴകി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സൗഹൃദവും സ്നേഹബന്ധത്തിലൊക്കെ വരുമ്പോൾ ചോദ്യം ചോദിക്കും. ഈ ഇടപഴകലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാതെ അവനെ വെട്ടിക്കൊന്നു കളയാം. പക്ഷേ സുഹൃത്താവുമ്പോൾ, അടുത്ത സ്നേഹിതനും മറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അവൻ്റെ സംസാരത്തിന് മറുപടി പറയും, അവൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കുറച്ച് ചർച്ച മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവന് ഉത്തരവില്ലാതെ ഇവന് മനസ്സിലാവും ഇത് ഉഡായിപ്പാണെന്ന്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഉഡായിപ്പ് പരിപാടിയാണ് മുഹമ്മദ് ഈ പറഞ്ഞത്. ഇതിവിടെ മാത്രമല്ല, വേറെ പലയിടത്തും ഉണ്ട്. 5-51 പറയുന്നുണ്ട്, പലയിടത്തുണ്ട്. അത് നമുക്ക് പുറകെ നോക്കാം, 5-51. അപ്പോൾ ഞാനിവിടെ ഒരു വെല്ലുവിളി മുഹമ്മദ് ഈസിയോടും അബ്ദുള്ള ബാസിലിനോടും അൻസാരി സുഹ്രിയോടും പിന്നെ നിങ്ങൾ കൂലിക്ക് വിളിച്ച നിങ്ങളുടെ വാടക സംവാദകൻ രാഹുൽ ഈശ്വറിനോടും ഒരു വെല്ലുവിളി നടത്തുകയാണ്. ഈ ആയത്ത് സൂറ 5-57 സമാധാനമാണ് പ്രസരിപ്പിക്കുന്നതെന്നും ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിക്ക് 1986 ആ വിധി പുറപ്പെടുവിച്ച ZS ലോഹത്തിന് വൻ അബദ്ധമാണ് പറ്റിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചതെന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആംബിയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള നെഞ്ചുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക, വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്ത് തെളിയിക്കുക. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പുസ്തകമാണ്. രാഹുൽ ഈശ്വറിനോട് ദാവാക്കാരോട് പറയുന്നത്, നിങ്ങളുടെ പുസ്തകത്തിനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ വലിയ മഹാകാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന
പരിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞു നടക്കുന്നില്ലേ, ആ പുസ്തകത്തിനെക്കുറിച്ച് ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇത് അസമാധാനമുണ്ടാക്കുന്ന, സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, മനുഷ്യരാശിക്ക് ഭീഷണിയായ പുസ്തകമാണെന്ന്, മനുഷ്യരാശിക്ക് ഹാനികരമായ പുസ്തകമാണെന്ന് ആ ജഡ്ജി പറഞ്ഞിരിക്കുന്ന കാര്യം അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. രാഹുൽ ഈശ്വറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: താങ്കളെപ്പോലെയുള്ള സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളാക്കരുതെന്ന് സ്വന്തം അനുയായികളോട് ആഹ്വാനം ചെയ്യുന്ന ഈ വിദ്വേഷവചനത്തെയാണോ താങ്കൾ ഈ ദാവാക്കാരുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ സമാധാനത്തിൻ്റെ വചനമാണെന്നും പറഞ്ഞ് വെള്ള പൂശാൻ വരുന്നത്? നാണവും മാനവും എന്ന് പറഞ്ഞ സാധനം താങ്കളുടെ 7 അയലത്തുകൂടി പോയിട്ടുണ്ടോ? താങ്കളുടെ കുടുംബത്തിലുണ്ടോ എന്നൊന്നല്ല ഞാൻ ചോദിക്കുന്നത്, അയൽവക്കത്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് തൊട്ടയൽവക്കത്തല്ല, 7 അയലത്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ഒരു ചെയ്യുന്ന പണിയാണോ ഇത്? നമ്മളെ അടച്ചാക്ഷേപിക്കുന്ന, നമ്മളെ അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന, നികൃഷ്ടജീവികളായി ചിത്രീകരിക്കുന്ന പുസ്തകത്തെ ന്യായീകരിക്കാൻ പോകുക എന്ന് പറയുന്നത് മനുഷ്യന്മാർ, സുബോധമുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന പണിയാണോ ഇത്? സമാധാനകാംക്ഷികളായ മനുഷ്യരെ ഞെട്ടിക്കുന്ന, മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ, മനുഷ്യർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ദുഷ്ടതയും വഞ്ചനയും ചതിയും കലഹവും വെറുപ്പും അറപ്പും കവർച്ചയും കൊലപാതകവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി ജഡ്ജ് ഇസഡ്എസ് ലോഹത്ത് കണ്ടെത്തിയ ഖുറാനിലെ 24 ആയത്തുകളിൽ 8 എണ്ണമാണ് നമ്മളിപ്പോൾ ഇതുവരെ 3 വീഡിയോകളിലായിട്ട് നിയമത്തിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ കീറി മുറിച്ച് പരിശോധിച്ചത്. ദൈവം അനുവദിച്ച ബാക്കി 16 ആയത്തുകൾ ഇനി വരാനുള്ള വീഡിയോകളിൽ നമ്മൾ ഇതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനോടും മുഹമ്മദ് ഈസയോടും അബ്ദുള്ള ബാസിലിനോടും അൻസാരി സുഹ്രിയോടും ഒക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇസ്ലാമിൻ്റെ ഭീകരത എന്താണെന്ന് ഖുറാനും ഹദീസുകളും ചരിത്രരേഖകളും വെച്ചുകൊണ്ട് ഞങ്ങൾ മുൻപ് കാലങ്ങളിൽ നാട്ടുകാരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളവർക്ക് അറിയാം, പുതുതായിട്ട് വന്നവർക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. മുമ്പ് ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, ഞങ്ങളിതൊക്കെ പഠിപ്പിച്ചുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഞാൻ അതിൽ നിന്ന് മാറി സംഖ്യകൾക്കെതിരെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പല ആളുകളും എന്നോട് പറയുമായിരുന്നു, നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ താങ്കൾ വീണ്ടും തിരിച്ചു വരണം, ആ രംഗത്ത് താങ്കളില്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണെന്ന് പല ആളുകൾ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഞാൻ അതിന് അനുകൂലമായൊരു മറുപടി അവർക്ക് ആർക്കും ഇതുവരെ നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്നെ വീണ്ടും ഈ ഫീൽഡിലേക്ക് വലിച്ചിറക്കിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക് തന്നെയാണ്. സംവാദത്തിൽ അമ്പയെ പരാജയപ്പെട്ടതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കൊണ്ടു നടന്ന് പ്രചരിപ്പിച്ചപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു, ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിലും സാക്ഷിയിലുമുള്ള ആളുകൾ അങ്ങനെ പരാജയം സംബന്ധിച്ച് മിണ്ടാതെ പോകുന്ന ടീംസ് അല്ല എന്ന്. ഇനി നിങ്ങളുടെ ഇതേപോലെയുള്ള കള്ളത്തരത്തിൻ്റെ മുമ്പിൽ മിണ്ടാതെ പോകുന്ന ടീംസ് അല്ല. നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ട് ചുമരിലടിച്ച പന്താണ് ഞങ്ങളെന്ന്. നിങ്ങൾ എത്ര ശക്തിയിലാണോ അടിക്കുന്നത് അതിൻ്റെ ഇരട്ടി ശക്തിയിൽ അത് തിരിച്ചു വരും, മനസ്സിലായേ? ചുമരിലടിച്ച പന്താണ് ഞങ്ങൾ. തിരിച്ചു വെറുതെ അല്ല വരാം, 8ൻ്റെ പണിയും കൊണ്ടേ ഞങ്ങൾ തിരിച്ചു വരും. അത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ദാവാക്കാരെ കൊല്ലം കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ ഇടപെടാൻ തുടങ്ങിയിട്ട്. ദാവാക്കാർ, രാഹുൽ ഈശ്വറിൻ്റെ കാര്യം വിട്, ദാവാക്കാരെ നിങ്ങളത് ചിന്തിക്കണമായിരുന്നു. ഖുറാനായത്തുകളെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും അതുപോലെ കോടതി വിധികളുടെയും കണ്ണിലൂടെ വിശകലനം ചെയ്തുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തമിഴിലോ ഹിന്ദിയിലോ അടക്കം, മലയാളത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യൻ ഭാഷകളിൽ എനിക്കറിയാവുന്ന ഭാഷകളിൽ ഞാൻ വീഡിയോകളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ബുദ്ധി എനിക്ക് തന്നത് നിങ്ങൾ കട്ട് ചെയ്ത് പുറത്തിറക്കിയ ആ എഡിറ്റഡ് വീഡിയോ ക്ലിപ്പാണ്. ആ ക്ലിപ്പ് കണ്ടപ്പോൾ ദൈവം എൻ്റെ മനസ്സിലൊരു വെളിച്ചം പോലെ തന്ന ഐഡിയ ആണിത്. ഇവർക്കിനി നീ മറുപടി കൊടുക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, IPCയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ളൊരു മറുപടി കൊടുക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ദൈവം തന്നു. സ്വന്തം കുഴി തോണ്ടാൻ ദാവാക്കാരെ നിങ്ങൾ തന്നെ എനിക്ക് പിക്കാസ് എടുത്ത് തന്ന് എൻ്റെ കയ്യിൽ തന്നാൽ അതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയാതിരിക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോടെല്ലാം എനിക്ക് നന്ദിയുണ്ടെന്ന്. നിങ്ങളൊരു കാര്യം ഓർക്കണം, സത്യത്തെ എങ്ങനെയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് മൂടി വയ്ക്കാൻ നോക്കുന്നവരുടെ തലയ്ക്ക് അടിച്ചുകൊണ്ട് തന്നെ സത്യം കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരും. അത് നിങ്ങൾ മറക്കരുത്. ദൈവം അനുവദിച്ച ബാക്കി ആയത്തുകളുടെ പോസ്റ്റ്മോർട്ടവുമായി അടുത്ത വീഡിയോയിൽ
വരുന്നതായിരിക്കും. അതുവരെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.